പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പീഡിപ്പിച്ചെന്ന വീട്ടമ്മയുടെ പരാതിയിൽ കേസിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുകയാണെന്ന് പി വി അൻവർ MLA പറഞ്ഞത് സെപ്റ്റംബർ 2-നാണ്. യുവതിയുടെ പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട് DGPക്ക് കത്ത് നൽകിയെന്നും അദ്ദേഹം അന്ന് മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടത് സ്വതന്ത്രൻ എന്ന നിലയിൽ നിന്നും സ്വതന്ത്രൻ എന്ന നിലയിലേക്ക് മാറുന്നതിന് തൊട്ടുമുൻപായി കേരള പോലീസിലെ അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ച് PV അൻവർ ആദ്യം പൊട്ടിച്ച ബോംബുകളിലൊന്നായിരുന്നു പൊന്നാനി പീഡന കേസ്. ഒരു വാർത്താ ചാനലിനെ കൂട്ടുപിടിച്ചായിരുന്നു മലപ്പുറം മുൻ പോലീസ് മേധാവി സുജിത്ദാസിനെതിരായ ബോംബ് എന്ന നിലയിൽ അൻവർ ആരോപണം ഉന്നയിച്ചത്. സുജിത്ദാസിനെ കൂടാതെ തിരൂർ മുൻ DYSP VV ബെന്നി, പൊന്നാനി ഇൻസ്പെക്ടറായിരുന്ന വിനോദ് എന്നിവരുടെ പേരിലായിരുന്നു പൊന്നാനി സ്വദേശിയായ സ്ത്രീ പീഡന ആരോപണം ഉന്നയിച്ചത്. ഇതിനെതിരെയാണ് ആരോപണ വിധേയനായ സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ കോടതി കേസ് റദ്ദാക്കിയിരിക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദ് ചെയ്ത നവംബർ 13 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് PV അൻവർ MLAക്ക് കനത്ത തിരിച്ചടിയായി. നേരത്തെ സിംഗിൾ ബെഞ്ച് നിർദ്ദേശപ്രകാരം പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. SP സുജിത്ദാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു നേരത്തെ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം. എന്നാൽ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് കേസ് റദ്ദാക്കാനുള്ള ഉത്തരവ്. വീട്ടമ്മയുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്നത് സംബന്ധിച്ച റിപ്പോർട്ട് പോലീസ് നേരത്തെ ഹൈക്കോടതിക്ക് നൽകിയിരുന്നു. പീഡനം നടന്ന സ്ഥലം, നിയമ സമയമടക്കമുള്ള കാര്യങ്ങളിൽ വീട്ടമ്മ കൃത്യമായ മറുപടി നൽകിയിട്ടില്ലെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശപ്രകാരം പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിടുകയായിരുന്നു. 2022 ഒക്ടോബറിൽ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് പൊന്നാനി സ്റ്റേഷനിൽ ഇവർ പരാതി നൽകിയിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ വീട്ടിലെത്തിയ ഇൻസ്പെക്ടർ പീഡിപ്പിച്ചെന്നാണ് ആരോപണം. ഇതു സംബന്ധിച്ച് പരാതി നൽകിയപ്പോൾ അന്നത്തെ തിരൂർ DYSP സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചെന്നും ഏതാനും ദിവസങ്ങൾക്കു ശേഷം ഉപദ്രവിച്ചെന്നും പരാതിക്കാരി ആരോപിക്കുന്നുണ്ട്. ഇരുവർക്കുമെതിരെ പരാതി നൽകാൻ അന്നത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചെന്നും അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഉപദ്രവിച്ചെന്നും ഇവർ ആരോപിച്ചു. സുജിത്ദാസിനെതിരെ രംഗത്തു വരാൻ ധൈര്യം പകർന്നത് PV അൻവർ MLA ആണെന്ന് പരാതിക്കാരി പറഞ്ഞിരുന്നു. പരാതി നൽകിയിട്ടും കേസെടുക്കാൻ തയ്യാറാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി വാർത്താ ചാനൽ തുടർച്ചയായി വാർത്തകൾ നൽകിയിരുന്നു. എന്നാൽ വീട്ടമ്മയുടെ പീഡന പരാതിക്ക് പിന്നിൽ ചാനലിന്റെ ഗൂഢാലോചനയാണെന്നാണ് VV ബെന്നി ആരോപിച്ചത്. പ്രമാദമായ മുട്ടിൽ മരമുറിക്കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് VV ബെന്നി. ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയാനാണ് വീട്ടമ്മയെ ഉപയോഗിച്ച് ചാനൽ വ്യാജ ആരോപണം ഉന്നയിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ബെന്നി പരാതി നൽകിയിരുന്നു. വിവാദമായ വയനാട്ടിലെ മുട്ടിൽ മരമുറിക്കൽ കേസിൽ പ്രതികളായ റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ എന്നിവരെ അറസ്റ്റ് ചെയ്തത് അന്വേഷണ ഉദ്യോഗസ്ഥനായ VV ബെന്നിയുടെ നേതൃത്വത്തിലായിരുന്നു. മുട്ടിൽ മരമുറിക്കേസ് പ്രതികൾ അവരുടെ ടെലിവിഷൻ ചാനൽ ഉപയോഗിച്ച് തന്നെയും പോലീസിനെയും അപകീർത്തിപ്പെടുത്താനായി DGPക്ക് അയച്ച കത്തിൽ ബെന്നി വ്യക്തമാക്കിയിരുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.